പ്രിയപ്പെട്ടവരെ, ഞാൻ വടകരയിലേക്ക് ഇറങ്ങി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിയോടുകൂടി വടകരയിൽ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വാക്ക് വടകരയിലെ പ്രവാസി സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളോട്, നിങ്ങളുടെ ഉറ്റവരെ, ഉടയവരെ, ബന്ധുക്കളെ, അയൽവാസികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, നാട്ടിലുള്ളവരൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ നേരിട്ട് കാണാൻ ശ്രമിക്കും. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവാസ ലോകത്ത് എത്തിയിട്ടുള്ളത്. ആ കഠിനാധ്വാനത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന ആ സെക്കൻഡ് തൊട്ട് ഇപ്പോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക്, പ്രോത്സാഹനത്തിന് ഞാൻ വാക്കുകൊണ്ട് നന്ദി പറയുന്നില്ല. എന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാനത് കാണിക്കും. ആ തിരക്കിന്റെ എല്ലാ ഇടയിലും നിങ്ങളുടെ അനേകം കോളുകൾ, ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ തരുന്നുണ്ട്. അപ്പം പ്രവാസ ലോകത്താണെങ്കിലും നിങ്ങൾ നൽകുന്ന ഉജ്ജ്വല പിന്തുണക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ, നിങ്ങളുടെ പരമാവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി, വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാവാൻ വേണ്ടിയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന അഭ്യർത്ഥന കൂടി ഞാൻ വെക്കുകയാണ്. അപ്പൊ ഞാൻ വടകരയിൽ പോകുന്നു. വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ കണ്ടു തുടങ്ങും. അധികം വൈകാതെ നമുക്കും നേരിട്ട് കാണാൻ ഇടവരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹത്തോടെ പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്തെഴുതണം എന്നാലോചിച്ചപ്പോൾ തോന്നി, വേണ്ട 2 വാക്ക് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പറയാം. ഞാൻ പാലക്കാടുമായിട്ടുള്ള ഹൃദയബന്ധത്തെ വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം എല്ലാ പദവികൾക്കും അപ്പുറത്താണ് അവിടുത്തെ ജനത തന്ന സ്നേഹവും അവരോടുള്ള നന്ദിയും കടപ്പാടും. വലിയ ഉദ്ദേശത്തോടെ പാർട്ടി എന്നെ വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പിന് നിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങളുടെ കൂടെ പിന്തുണ എനിക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വടകരയിലേക്ക് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഞാൻ വരികയാണ്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ വടകരക്കാർ ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തന്ന സപ്പോർട്ട്, അത് ആത്മവിശ്വാസം പകരുന്നു. വല്ലാത്ത സ്നേഹവും നിങ്ങളോട് അനുഭവപ്പെടുകയാണ്. രാജ്യം വിജയിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടാവണം. ഞായറാഴ്ച 4 മണിക്ക് വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നമുക്ക് നേരിട്ട് കാണാം. എല്ലാവരോടും സ്നേഹം.